കോട്ടയത്തെ ധ്യാന കേന്ദ്രത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള അന്തേവാസിയുടെ ദുരൂഹ മരണം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. 2008-ലാണ് കൊല്ലം സ്വദേശി വേണുഗോപാലിൻ്റെ മരണത്തിന് ശേഷം ബന്ധുക്കൾ അറിയാതെ മൃതദേഹം സംസ്കരിച്ചത്. ആ കേസിൽ 17 വർഷത്തിന് ശേഷം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. മുഖ്യപ്രതി കോട്ടയം കിടങ്ങൂർ സ്വദേശി തോമസിന് 14 വർഷം കഠിന തടവാണ് ശിക്ഷ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് കോടതി മുഖ്യപ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിച്ചത്. ഇയാളുടെ ഭാര്യ ഗീതാ തോമസിന് 3 വർഷം കഠിന തടവും പിഴയുമാണ് ശിക്ഷ. മൂന്നാം പ്രതിയെ കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വേണുഗോപാൽ എന്ന അന്തേവാസിയെ കാണാനില്ല എന്ന് കാട്ടി കൊട്ടാരക്കര പോലീസിൽ ധ്യാനകേന്ദ്രം നടത്തിപ്പുകാരായ തോമസും ഗീതയും പരാതി നൽകിയിരുന്നു. പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിലാണ് പരാതിക്കാർ തന്നെയാണ് പ്രതികളെന്ന് കണ്ടെത്തിയത്. വേണുഗോപാലിനെ തോമസ് ക്രൂരമായി മർദ്ദിക്കുകയും ഉറക്കഗുളിക അമിത അളവിൽ നൽകുകയും ചെയ്തു. തുടർന്ന് എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ കൊണ്ടുപോകവേ മരണം സംഭവിച്ചെന്നാണ് കേസ്. മരണവിവരം ബന്ധുക്കളെയോ പോലീസിനെയോ അറിയിക്കാതെ മൃതദേഹം തൈക്കാട് മിനി ശ്മശാനത്തിലെത്തിച്ച് സംസ്കരിക്കുകയായിരുന്നു. മടങ്ങിയെത്തിയ പ്രതികൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെത്തി കാറിൽ നിന്നും വേണുഗോപാൽ ഇറങ്ങി ഓടിപ്പോയെന്ന് കാട്ടി പരാതി നൽകി. വേണുഗോപാലിനെ കാണാനില്ലെന്നറിഞ്ഞ ബന്ധുക്കൾ കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുകയും പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തതോടെയാണ് സത്യാവസ്ഥ പുറത്തു വന്നത്. കേസിൽ കൊലപാതകം തെളിയിക്കാനായില്ലെങ്കിലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയാണ് കോടതി മുഖ്യപ്രതി തോമസിന് വിവിധ വകുപ്പുകളിലായി 14 വർഷം കഠിനതടവും 1,51,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ഏറ്റവും റിസ്ക് ഫാക്ടർ അന്വേഷണ ഏജൻസിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഈ ബോഡി ഓൾറെഡി ക്രിമേറ്റഡ്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് പറ്റിയത്, ഇതിൻ്റെ ആഷസ് അല്ലെങ്കിൽ ഈ ബോണിൻ്റെ മറ്റു ഭാഗങ്ങളൊന്നും കളക്ട് ചെയ്ത് ശാസ്ത്രീയ അന്വേഷണം കണ്ടെത്താൻ പറ്റുന്നില്ല. കാര്യം തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം ഈ ബോഡി അടുത്ത ഡെഡ് ബോഡി വന്ന് അതേ സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ളതിന് ഒരു പോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യതയില്ല. മറ്റ് ശാസ്ത്രീയമായ ഒരു അന്വേഷണം ഈ ഡെഡ് ബോഡിയെ കളക്ട് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയില്ല. അതൊരു വലിയ റിസ്ക് ഫാക്ടറായിരുന്നു. തോമസിന്റെ ഭാര്യയായ രണ്ടാം പ്രതി ഗീത തോമസിന് തെളിവ് നശിപ്പിക്കൽ കുറ്റത്തിന് 3 വർഷം കഠിനതടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മൂന്നാം പ്രതി സുരേഷ് കുമാറിന് കുറ്റകൃത്യങ്ങളിൽ നേരിട്ടുള്ള ഇടപെടൽ തെളിയിക്കാൻ കഴിയാതിരുന്നതിനാൽ ഇയാളെ വെറുതെ വിട്ടു. ന്യൂസ് 18 കൊട്ടാരക്കര.